നമസ്കാരം. നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 19 ചൊവ്വാഴ്ച, മകം നക്ഷത്രം. ചൊവ്വാഴ്ച പിറന്നാള് ഇന്ന് വരുന്നവർക്ക് ചെറിയ നേട്ടങ്ങൾ എന്ന് പ്രതീക്ഷിക്കാം. എല്ലാ കാര്യങ്ങളിലും ആദ്യം ഒരു തടസ്സം വന്നതിന് ശേഷമായിരിക്കും നേട്ടങ്ങൾ വരിക. ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് പോവുക. പ്രായമായവർ ആരോഗ്യകാര്യങ്ങളിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വൈകാരികമായ ചെറിയ ടെൻഷൻസ് ഗൃഹത്തിൽ വരുന്ന ഒരു കാലമായതുകൊണ്ട് നാരായണീയ പാരായണം കൊണ്ട് ആ പ്രയാസങ്ങളും നീങ്ങി മനസ്സിന് സന്തോഷവും സമാധാനവും വന്നു ചേരും. ഇനി രാശിഫലം. ആദ്യമായി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. സാമ്പത്തികമായി ചെറിയ നേട്ടങ്ങൾ കാണുന്നു. വിവാഹ കാര്യങ്ങളിൽ നല്ല ആലോചനകൾ വന്നു ചേരുന്ന ഒരു ദിവസമാണെന്ന് പ്രത്യേകിച്ചറിയുക. എന്നാൽ തീരുമാനമെടുക്കുന്നത് മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും ഏറെ നല്ലത്. ഇടവം രാശി. കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി ഭാഗം. ദൂരയാത്ര കൊണ്ട് നേട്ടങ്ങൾ വന്നു ചേരുവാനും ഏജൻസി ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് ലാഭം വന്നു ചേരുവാനും ഭാഗ്യമുള്ള ദിവസമാണ്. വീട് പണിക്ക് ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണെന്നും പ്രത്യേകിച്ചറിയാം. മിഥുനം രാശി. മകയിരം അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. തീർത്ഥാടനത്തിന് ഭാഗ്യമുള്ള ഒരു ദിവസമാണ്. ദൂരയാത്രയും അധിക പണച്ചെലവും എന്ന ഗ്രഹസൂചനയിലുണ്ട്. കുടുംബത്തിൽ ആർക്കെങ്കിലും ചെറിയ പ്രയാസങ്ങളോ അതുവഴി അധിക പണച്ചെലവോ വരുന്ന ഒരു ദിവസമാണെന്ന് പ്രത്യേകിച്ചറിയാം. കർക്കിടകം രാശി. പുണർദം അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. ദൂരയാത്രയും സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും ബന്ധുസമാഗമവും പഴയ കൂട്ടുകാരെയൊക്കെ കണ്ടുമുട്ടുവാനുള്ള ഭാഗ്യവും അതുകൊണ്ട് തന്നെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ പങ്കുവയ്ക്കുവാനുള്ള യോഗവും ഇന്ന് ഗ്രഹസൂചനയിലുണ്ട്. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രമാദ്യത്തെ കാൽഭാഗം. വൈകാരികമായി ചെറിയ ടെൻഷൻസ് വരുന്ന ദിവസമാണ്. വിദ്യാർത്ഥികൾ കൂട്ടുകെട്ട് കഴിയുന്നതും കുറയ്ക്കുക. കാരണം കൂട്ടുകെട്ട് കൊണ്ട് പ്രയാസങ്ങൾ ഏറെ വരുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. വിവാഹ കാര്യങ്ങൾക്ക് പറ്റിയൊരു ദിവസമല്ല എന്നും പ്രത്യേകിച്ചറിയുക. വൈകാരികമായി ചെറിയ ടെൻഷൻസ് ഇന്ന് കാണുന്നു. കന്നിരാശി. ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. യാത്ര കൊണ്ട് നേട്ടങ്ങൾ, എന്നാൽ യാത്രയിൽ അധിക പണച്ചെലവും ക്ലേശവും വരുവാനുള്ള സാധ്യതയും ഇന്ന് കാണുന്നുണ്ട്. തുലാം രാശി. ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. സിനിമ, TV രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ലാഭം, പുതിയ അവസരം, പ്രശസ്തി ഇവ വന്നു ചേരുന്ന ഒരു ദിവസമാണ്. അവാർഡ്, റെക്കഗ്നിഷൻ ഇവ ലഭിക്കുവാൻ ഭാഗ്യമുള്ള ഒരു ദിവസമാണെന്നും പ്രത്യേകിച്ചറിയാം. വൃശ്ചികം രാശി. വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. യാത്ര കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ, വാഹനത്തിന് റിപ്പയർ വർക്ക്, പ്രതീക്ഷിക്കാത്ത സമയത്ത് പണച്ചെലവ് ഇവയ്ക്കുള്ള സൂചനയുണ്ട്. അല്പം പണം കരുതി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. യോജിച്ച വിവാഹാലോചനയൊക്കെ വരുവാൻ ഭാഗ്യമുള്ള ഒരു ദിവസമാണ്. എങ്കിലും ഇക്കാര്യങ്ങളിലുള്ള തീരുമാനങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങളിലുള്ള തീരുമാനം മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. മകരം രാശി. ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യമുണ്ട്. തീർത്ഥാടനത്തിനുള്ള യോഗമുണ്ട്. അധിക പണച്ചെലവിനുള്ള സാധ്യത ഏറെയാണ്. കുംഭം രാശി. അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം, പൂരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന അനുഭവങ്ങൾ എന്ന് പ്രതീക്ഷിക്കാം. ചെറിയ ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് ലാഭവും എന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ബിസിനസ് വിപുലീകരിക്കുവാനായിട്ടുള്ള ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങളും ഇന്ന് പ്രതീക്ഷിക്കാം. മീനം രാശി. പൂരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി.
യാത്ര കൊണ്ട് നേട്ടങ്ങൾ, പൊതുവെ അധികാരമുള്ള സ്ഥാനത്തിരിക്കുന്നവർക്ക് പ്രൊമോഷൻ സാധ്യത, സാലറി അറിയേഴ്സ് ഇവ ലഭിക്കുവാനുള്ള യോഗം, കുടുംബത്തിൽ പാർട്ടിഷനൊക്കെ നടക്കുവാനുള്ള ഭാഗ്യവും ഇന്ന് ഗ്രഹസൂചനയിലുണ്ട്.